അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ പേപ്പർ കൃത്യമായിട്ടും ഒരാളുടെ കയ്യിലുണ്ട്. ആരുടെയെന്ന് എനിക്കറിയത്തില്ല. ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ്റെ ഇല്ല. ശാരീരിക പ്രശ്നം, ഹാൻഡിക്യാപ്പാ. വലിഞ്ഞു കയറി ഇവിടെ ഇങ്ങനെ ഒരാൾ ആത്മഹത്യ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ? എനിക്കറിയില്ല. എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യല. എൻ്റെ അച്ഛൻ ആത്മഹത്യ, ആ വാഹനം ഓടിക്കും, കൃത്യമായിട്ട് ഓട്ടോ ഓടിക്കും. ആ പെട്ടിയുടെ താക്കോല് വരെ അവിടെ ഇരിക്കുന്നു ഗുരുകൃപ. ഞാൻ 3 ദിവസമായിട്ട് എൻ്റെ അച്ഛനെ കാണുന്നുണ്ട്. ഞാൻ പോയി, അച്ഛൻ പറയുന്നൊരു ശക്തിയുണ്ട്, അറബിക്കടലിൽ പോയി താഴ്ത്തുമെന്ന് പറഞ്ഞു എന്നെ ചതിച്ചവൻ വരെ. അച്ഛനെ എന്തോരം ടോർച്ചർ ആരൊക്കെയോ ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല ആരാന്ന് എന്നോട് പറഞ്ഞില്ല. ഞാൻ എൻ്റെ സുഹൃത്തിനെ ഞാൻ ഇന്നലെ പറഞ്ഞു വിട്ടു. ഞാൻ അതൊരുണ്ട്, സത്യമായിട്ടും ഉണ്ട്. അല്ല എൻ്റെ അച്ഛൻ എനിക്കറിയില്ല. ആ കുറിപ്പുണ്ടായിരുന്നു. ഞാനാണ് പോലീസിൻ്റെ ഒപ്പം അവിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഹോർട്ടിക്കൾച്ചറിൻ്റെ ലെറ്റർ പാഡിൽ 2 പേജുള്ള കുറിപ്പുണ്ടായിരുന്നു. അതെന്താണെന്ന് അവർ കാണിച്ചിട്ടില്ല. അതിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പേജുമായിട്ട് കൂട്ടിയോജിപ്പിച്ച് വായിക്കുകയാണെങ്കിൽ ഇവിടുത്തെ CPI നേതൃത്വം അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ആരൊക്കെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെങ്കിൽ ആത്മഹത്യക്ക് പിന്നിൽ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ച ആളുകൾ ആരാണെന്ന് കൃത്യമായിട്ട് അതിൻ്റെ അകത്തുണ്ട്. അത് പോലീസുകാർ പുറത്തേക്ക് വിടുന്നില്ല.